ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ വേസ്റ്റ് തുണി കൊണ്ട് രണ്ട് വിധത്തിലുള്ള പൗച്ചാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇതൊരു 1 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വിഡ്ത്ത് 11 ഇഞ്ചസാണ്, 11 ഇഞ്ചസാണ് വിഡ്ത്ത്. ലെങ്ത് 16 ഇഞ്ചസാണ്. ഇപ്പോൾ സെൻറ്ററിൽ ഞാൻ ഫോമാണ് വെച്ചിട്ടുള്ളത്, സ്പോഞ്ച്. ശേഷം ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ 3 ഇതിപ്പോൾ നമുക്ക് സെൻറ്ററിൽ സ്പോഞ്ച് ഫോമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരം കവറിൻ്റെ പീസ് വെച്ചാലും മതി, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അതൊരു പീസ് കട്ട് ചെയ്ത് വെച്ചാലും മതി. 3 കൂടി നമുക്ക് ചേർത്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. മുകളിൽ നിന്ന് താഴോട്ട് ലെങ്ത് വൈസാണ് ഞാൻ ലൈൻ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് അവിടെയാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. 11 ഇഞ്ചസിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അതിന് മുന്നേ 2 സൈഡും നമ്മൾ ഒന്ന് പൈപ്പിംഗ് കൊടുക്കുക. പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം 11 ഇഞ്ചസിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ആ സിബിൻ്റെ വശം ആ ക്ലോത്തിൻ്റെ സൈഡിലോട്ട് ഓപ്പോസിറ്റ് ദിശയിലോട്ട് വെച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ശേഷം ഇതിനെ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ 2ആയിട്ട് മടക്കി സിബിൻ്റെ മറുവശത്തു കൂടി നമ്മളിത് ജോയിൻ ചെയ്യുക. ശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പം ഇത് റണ്ണർ ഊരിയിട്ടാണെങ്കിൽ നമ്മൾക്ക് എളുപ്പമാണ്. എനിക്കത് പെട്ടെന്ന് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടി 4.5 ഇഞ്ച് 4½ ഇഞ്ച് നീളം 2.5 ഇഞ്ച് വീതിയിലും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അതിനെ ഒന്ന് മടക്കി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വേണം നമ്മൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾക്ക് ഫ്രണ്ട് സൈഡിലാണ് നമുക്ക് ആ സിബ് സെൻറ്ററിൽ വെച്ചേക്കുന്നതിനോട് ചേർത്ത് അല്പം താഴെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷമാണ് നമുക്കത് ജോയിൻ ചെയ്യുന്നത്. ശേഷം തിരിച്ചിട്ട് ബാക്ക് സൈഡിൽ വെച്ച് നമുക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ 2 സൈഡും ജോയിൻ ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അവിടെ പൈപ്പിംഗ് കൊടുക്കണം. അവിടെ നമ്മൾക്ക് 1½ ഇഞ്ചാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് ആ തയ്യലിന് ഇപ്പുറത്താണ് നമ്മൾ ടേപ്പ് വെച്ച് 1½ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കുക. രണ്ട് സൈഡും താഴെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഭാഗം 1½ ഇഞ്ച് മാർക്ക് ചെയ്ത് ബോക്സ് പോലെ വരച്ചതിന് ശേഷം അവിടെ നമ്മൾക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വീട്ടിലും ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ പീസ് തുണികൾ കാണും. അത് വെച്ചൊക്കെ നമ്മൾക്ക് പല അളവിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഒത്തിരി യൂസ്ഫുള്ളാണിത്. ശേഷം നമ്മൾക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഷേവിങ് പൗച്ചായിട്ടും ഒക്കെ ഉപയോഗിക്കാം നമ്മൾക്ക്. ഇപ്പോൾ 2 സൈഡും നമ്മൾക്ക് പൈപ്പിങ് കൊടുക്കണം.
രണ്ട് സൈഡും പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ ബോക്സ് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം നമുക്ക് ചേർത്ത് സെൻറ്ററിൽ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾക്കൊരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിന് ശേഷം അവിടെയും കൂടി പൈപ്പിംഗ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പൈപ്പിംഗ് കൊടുക്കണം രണ്ട് സൈഡും. ഇപ്പോൾ നമ്മൾക്കിതിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മൾക്കതിനെ നല്ല വശത്തേക്കാക്കാം. അതുകൊണ്ട് നല്ല നീറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയാണ്. കുറച്ച് തുണി മതി നമുക്ക്. ഇപ്പോൾ 6 ഇഞ്ചാണ് നമ്മൾക്ക് താഴോട്ട് വരുന്നത്. 11 ഇഞ്ചാണ് നമ്മൾ എടുത്തത് വീതി. പക്ഷെ 10 ഇഞ്ച് നമുക്ക് വരുന്നുണ്ട്. താഴെ നമ്മൾ 1.5 എടുത്താണ് ബോക്സ് വെച്ച് ഫോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് അളക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി 3 ഇഞ്ചാണ് വരുന്നത് ബേസായിട്ടുള്ള ഭാഗം. ഒത്തിരി യൂസ്ഫുള്ളാണിത്. നമുക്ക് യാത്ര പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് സൗകര്യം. ഇതൊരു സാരിയുടെ അല്പം തുണി കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതിന് സെൻട്രൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒക്കെ വർഷങ്ങളായതാണ്. ഇതൊക്കെ പഴയ ബാഗിൻ്റെയൊക്കെ സ്കൂൾ ബാഗിൻ്റെയൊക്കെ സിബ് ഞാൻ അഴിച്ചെടുത്താണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വേറെ ഒരു മെത്തേഡിൽ ചെറിയ അളവിൽ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. ഇത് 2 ടൈപ്പ് തുണി വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വീതി 9 ഇഞ്ചാണ്, വെഡ്ത്ത് 9 ഇഞ്ച്, ലെങ്ത് 7 ഇഞ്ചാണ്. 2 പീസാണ്, 2 പീസ് തുണിയാണ്. സെൻട്രൽ പ്ലാസ്റ്റിക് ചാക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 പീസാണ്. ഇതേ സെയിം മെഷർമെൻറ്റിൽ 2 പീസ് വേണം. 3 കൂടി ചേർത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യുക. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വെട്ടേഴ്സിലാണ് ഞാനിതിന് ലൈൻ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇത് 9 ഇഞ്ചസാണുള്ളത്. അതിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. ഇതിപ്പോൾ സിബ് വാങ്ങാൻ കിട്ടും. നമ്മൾക്ക് മീറ്ററിന് 10 റുപ്പീസാണ്, റണ്ണർ 5 റുപ്പീസാണ്. നമുക്ക് കറക്റ്റ് അളവിന് ഇട്ടാൽ മതി. ഇതുപോലെ അറ്റം വയർ കുറച്ച് നീട്ടിയെടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഇട്ടാൽ മതി. ആവശ്യത്തിന് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റണ്ണർ ആവശ്യത്തിന് മേടിച്ച് വെച്ചാൽ മതിയാകും. അപ്പോൾ സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് സിബ് വയ്ക്കുന്നതിന് മുന്നേ ഒന്ന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ടോ സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇപ്പോൾ 2 സൈഡ് നമുക്കങ്ങനെ ജോയിൻ ചെയ്തു. ശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ചും കൊടുത്തു. ഇനി നമുക്ക് സ്ട്രാപ്പിന് ഇത് 4 ഇഞ്ച് 2.5 ഇഞ്ചസ് വീതിയിലുമാണ്, 4 ഇഞ്ച് നീളമാണ്. അപ്പോൾ ഇതേ അളവിലെടുത്ത് 2 പ്രാവശ്യം ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം അതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് സൈഡിൽ തന്നെ. ശേഷം നമുക്ക് ബാക്ക് സൈഡിൽ 2 നല്ല വശവും ചേർത്ത് വെച്ച് നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡും താഴ്വശവും. ഇപ്പോൾ നമ്മളിത് 3 സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളവിടെ ബോക്സായിട്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ നമ്മൾ അകത്തോടെ നമ്മൾ കൈ ഇട്ട് ഉള്ളിലോട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ നോക്കിയതിന് ശേഷം രണ്ടും കറക്റ്റായിട്ട് 2 സൈഡും എടുത്ത് 1 ഇഞ്ച് മാർക്കിടുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അവിടെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ കോർണറിൽ നിന്ന് 1 ഇഞ്ചാണ് നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടുന്നത്.
അതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് കട്ട് ചെയ്യുകയോ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ പൈപ്പിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്കിതുപോലെ ചെറിയ അളവിലൊക്കെ ചെയ്ത് കൊടുത്താൽ ഡെയിലി യൂസ് ചെയ്യാത്ത പെൻസിലോ സ്കെച്ച് പെന്ന് ഇതൊക്കെ അവർക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ പല അളവിൽ ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് ഉള്ളത് തന്നെയാണ്. കുറച്ച് തുണിയും മതി നമ്മൾക്ക്. ഒരുപാട് പഴക്കം ചെല്ലാത്ത വീട്ടിൽ പഴയ തുണികൾ കൊണ്ടെല്ലാം ചെയ്യാം നമ്മൾക്ക്. ഇപ്പോൾ ഫോമൊന്നും പേടിക്കണമെന്നില്ല, നമുക്ക് കട്ടിയുള്ള തുണി സെൻറ്ററിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ചാക്കിൻ്റെ കവറിൻ്റെ ഒക്കെ സെൻറ്ററിൽ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ചെറിയ അളവാണ്. നല്ല ഭംഗിയുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു സ്നേഹത്തോടെ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ ഒക്കെ ഇതിൽ വയ്ക്കാവുന്നതാണ്. അങ്ങനെ അല്പം തുണി കൊണ്ടാണ് ഇത് രണ്ടും ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 2 പീസ് നമ്മൾ വെച്ചു. മറ്റേത് ആദ്യം ചെയ്തത് 1 പീസ് തുണി കൊണ്ട് തന്നെയാണ്. രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒത്തിരി യൂസ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു.